ഫ്രഷേ നല്ല ഫ്രഷ് ആ പോലെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ പൊരിച്ചാളിയാന്ന് ഞാളങ്ങ് വിചാരിച്ച് പോയിക്കണ്ടിഞ്ഞ് വേഗം കൊണ്ടുപോയിട്ട് പൊറാട്ടയിൽ വെച്ച് തേങ്ങാപ്പാലെല്ലാം പിഞ്ഞ് ഒരു പിടുത്തേങ്ങ പിടിച്ചോന്നൊരു പറച്ചിൽ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാളും വിചാരിച്ച്. നിങ്ങളെങ്ങനെയാ ഇങ്ങനത്തെ ആ പോലിനെല്ലാം കിട്ടുക ചെയ്യല്? ഞാളിങ്ങനെ ഇടയ്ക്ക് ഓരോ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെ. എന്നാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കും, മസ്റ്റായിട്ട് ട്രൈ ചെയ്യും. നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ആ പോലെയല്ല അതിന് മുറിച്ചിങ് എടുക്കണ്ടേ, ഫുള്ളായിട്ട് മുറിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയ ഭാഗം മുറിച്ചിട്ട് നമ്മൾ ഉള്ളിത്തെല്ലാം നല്ലോണം വൃത്തിയാക്കി എടുക്കണേ. പിന്നെ അതിൻ്റെ സൈഡും എല്ലാം ഉള്ളു നല്ല പോലെ ക്ലീൻ ചെയ്യണേ, നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഞാളിവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കണ്ടേ, നമ്മളിങ്ങനെ വെറൈറ്റി എല്ലാം ഉണ്ടാക്കടോ, അന്നേരം നിങ്ങൾക്കും കാണാമല്ലോ. എന്നാൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഇഷ്ടപ്പെട്ട ലൈക്ക് പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. നല്ലോണം ആവോലിൻ്റെ സൈഡും നമ്മളെ വാലും എല്ലാം മുറിച്ചിങ് എടുക്കണം. എന്നിട്ട് നടുവിൽ 3 വരിയും ഇട്ട് കൊടുത്താൽ 3 അല്ലേ 4 വരി, അത് നിങ്ങളിഷ്ടം. നമ്മൾ പറഞ്ഞിരുന്നാളുള്ളൂ. എന്നിട്ട് നല്ലോണം കഴുകി ഇങ്ങ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയ നമ്മൾ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കേട്ടോ. തെറ്റിപ്പോയതിന് ക്ഷമിക്കണങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടിയ മഞ്ഞപ്പൊടി 1 സ്പൂൺ വേണ്ടേ, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടില്ല, അതും കുറച്ച് സീർക്കയും. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം നമ്മളെ മീനിൻ്റെ മേത്ത് പിടിപ്പിച്ചിങ്ങെടുക്കണം. നല്ലോണം പിടിപ്പിച്ചെടുത്തോളേ, എല്ലാടിയും എത്തണേ. ഉപ്പ് പിടിക്കാൻ ഞാൻ മീനിനൊരു ഗുണം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഞാളെ പറയണ്ട, ഉപ്പ് നോക്കി ഇടുക വേണേ, മറന്നു വേണ്ട കേട്ടാ. എന്നാൽ പിന്നെ നമുക്ക് നല്ലോണം പെരക്കിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാലോ. പിന്നെന്താ നമുക്ക് വെച്ചാളിയല്ലേ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മൾ ഓർത്തന്നെ വെച്ചാൽ നല്ലോണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഒരിത്തിരി മതി, അധികം എണ്ണ ഒന്നും വരണ്ട. നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലോ, ആരോഗ്യത്തിന് ഹാനികര വെളിച്ചെണ്ണ എന്താന്നല്ലേ, കൊളസ്ട്രോളും മറ്റേ വരത്തെല്ലാം വരുവടോ. എന്നാൽ പിന്നെ നേരെ നമ്മൾ എടുത്തേക്ക് വെച്ചോളുന്നു. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നിൽക്കില്ലേ, കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് നമ്മളെ എന്നാ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലേ, അതിലേക്ക് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് പൊരിച്ചിങ്ങെടുക്കണം കേട്ടാ. പിന്നെ നമുക്ക് വേണ്ടി ഒരു ചട്ടിയാണ്. ആ ചട്ടീൻ്റെ നടുവിൽ നമ്മൾ ഇലയും വെച്ച് അതിലേക്ക് നമ്മൾ പൊറാട്ട, മെയിൻ സാധനം പൊറാട്ട ഇല്ലാണ്ട് എന്ത് കളിയല്ലേ. എന്നാൽ പിന്നെ വേഗം വെച്ചോളി. 3 പൊറാട്ട എടുത്ത് നല്ലോണം മേലോട്ടാക്കിയിട്ട് തന്നെ വെച്ചേട്ടാ. തൈര താത്തണ്ട. പിന്നെ നമ്മളെ പൊരിച്ചെടുത്ത മീനില്ലേ, നിങ്ങൾ പൊരിച്ചിങ്ങെടുക്കൊന്നും വേണ്ട, ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ. എന്നിട്ട് അതും വെച്ച് അതിലേക്ക് പിന്നെ നമുക്ക് എന്തെല്ലാം വേണ്ടിയെന്നറിയാം നിങ്ങൾ, തക്കാളി, ക്യാപ്സിക്കം, മുളക്, ചെറിയ ഉള്ളി, ക്യാരറ്റ്, ഈ 4 സാധനവും വേണം. എന്നിട്ട് അതെല്ലാം നമ്മൾ മീനിൻ്റെ മേലായിട്ട് പിന്നെയും വെക്കണെന്ത്, അയ്യോ നമ്മൾ മറന്നില്ലേ, നമ്മളെ തേങ്ങ വരാൻ നല്ലോണം തേങ്ങേൻ്റെ 1-ാം പാലാട്ടാ. തേങ്ങേൻ്റെ 1-ാം പാലും പാർന്നിട്ട് ഫുള്ള് വരണേ. 1 മുറി തേങ്ങാപ്പാലും പാർന്നിട്ട് 3 പൊറാട്ട പിന്നെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇല പിന്നെ വെക്കണോ, മൂടിക്കളയണം, ഫുള്ളങ്ങ് മൂടിക്കേട്ടാ. ഇല വെച്ച് നല്ല പോലെ മൂടിയിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് കത്തിച്ചു കൊടുക്കുക. നല്ലോണം കത്തിക്കണ്ടേ, കുറച്ച് നേരം കത്തിച്ചിട്ട് അതിൻ്റെ തീയെല്ലാം വലിച്ചാളയണേ. ഒരു 5 മിനിറ്റ് മേലെ തീയിട്ടിട്ട് വെക്കുക. പിന്നെ സംഗതി നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ കാണുന്നില്ലേ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം. മസ്റ്റായിട്ട് ട്രൈ ചെയ്തോക്ക്. ഇഷ്ടപ്പെട്ട ഞാളോടും പറയണം കേട്ടാ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ. See you.